മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 31 മുതൽ 39 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ യഹൂദര് ഈശോയെ കല്ലെറിയാനായിട്ട് തുടങ്ങുമ്പോൾ ഈശോ അവരോട് പറയുകയാണ്, ഞാൻ ദൈവപിതാവിന്റെ പ്രവൃത്തികളാണ് ചെയ്യുന്നത്, നിങ്ങൾ എന്റെ പ്രവൃത്തികൾ കണ്ടിട്ട് എന്നെ വിധിക്കാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പ്രവൃത്തികൾ മുഴുവനും പിതാവായ ദൈവത്തിന്റെ പ്രവൃത്തികളായിരുന്നു. പിതാവ് എന്തെല്ലാം ഈശോയോട് പറഞ്ഞിരുന്നോ അതുമാത്രമാണ് ഈശോ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ പ്രവൃത്തിക്ക് ഒരു ബലമുണ്ടായിരുന്നു, കറയറ്റ ഒരു ജീവിതത്തിന്റെ സാക്ഷ്യത്തിന്റെ ബലം. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. കറയറ്റ ജീവിതത്തിന്റെ ഒരു സാക്ഷ്യബലം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഈശോയുടെ ജീവിതത്തിന്റെ ബലം കറയറ്റ ജീവിതമായിരുന്നു. ഈശോ പിതാവായ ദൈവം പറഞ്ഞത് മാത്രം പ്രവർത്തിച്ചതുകൊണ്ട് ഒരു കറയും ഒരു കളങ്കവും ഈശോയുടെ പ്രവർത്തികളിൽ ഇല്ലായിരുന്നു, ഈശോയുടെ ജീവിതത്തിലും ഇല്ലായിരുന്നു. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഈശോ പറയുന്നത് മാത്രം ചെയ്ത് ഈ ലോകത്തിൽ ഒരു കറയും ഒരു കളങ്കവും ഏശാത്ത ജീവിതത്തിന്റെ സാക്ഷ്യം ഈ ലോകത്തിന് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ക്രിസ്തുവിന് ഈ ലോകത്തിൽ കൊടുക്കേണ്ട സാക്ഷ്യം ഇങ്ങനെയുള്ള സാക്ഷ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മള് പലപ്പോഴും എതിർ സാക്ഷ്യങ്ങളായിട്ട് മാറാറുണ്ട്. ജീവിതം കൊണ്ട് സാക്ഷ്യം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. വാക്കുകൾ കൊണ്ട് ഘോരം പ്രസംഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ പല അത്ഭുത പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു എന്ന് വരാം. പക്ഷെ കറയറ്റ ജീവിതത്തിന്റെ സാക്ഷ്യബലം നമുക്കുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സാക്ഷ്യത്തിന്റെ ബലം നമുക്കുണ്ട്. കറയറ്റ ജീവിതത്തിന്റെ സാക്ഷ്യബലം അത് ഈശോയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. ഈശോ ചെയ്തത് മുഴുവനും പിതാവ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു. ഇതുപോലെ ഈശോ തിരുവചനത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്താല് ഈ കറയറ്റ ജീവിതത്തിന്റെ ഒരു സാക്ഷ്യബലം നമുക്കുണ്ടാകും. ഈശോയെ പിതാവ് സാക്ഷ്യപ്പെടുത്തിയതുപോലെ അപ്പോൾ നമ്മളെയും ദൈവം സാക്ഷ്യപ്പെടുത്തും. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ നിറയുകയും ചെയ്യും. കരങ്ങളെ യാചനയോടെ പിടിച്ച നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക്, ഇവരുടെ കുറവുകളിലേക്ക്, ഇല്ലായ്മകളിലേക്ക് കടന്നു ചെല്ലണമേ. ഇവരെ ഓരോരുത്തരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് എല്ലാ തിന്മകളും ബന്ധനങ്ങളും എല്ലാ കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികൾ, പൈശാചിക ശക്തികൾ നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.